മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ ഭൂദാനം ജലനിധി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് വലിയ ആശങ്കയാകുന്നു. ഏകദേശം 50 ലക്ഷം രൂപ ചിലവഴിച്ച് തേജസ്വിനി പുഴയുടെ തീരത്ത് നിർമ്മിച്ച ജലനിധി പദ്ധതി ഇപ്പോൾ അനാസ്ഥ മൂലം നശിക്കുന്ന നിലയിലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് പദ്ധതിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 2022 വരെ വൈദ്യുതി ചാർജ് അടച്ചിട്ടില്ലാത്തതിനാൽ KSEB അധികൃതർ ജലനിധി പദ്ധതിയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇതോടെ വെള്ളം പമ്പ് ചെയ്യുന്നത് പൂർണ്ണമായും നിലച്ചു. വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ഇരുമ്പ് പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കി. കുടിശ്ശിക തുക ഈടാക്കുന്നതിനായി അന്നത്തെ പദ്ധതി നടത്തിപ്പുകാരുടെ പേരിൽ KSEB നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ അപേക്ഷ സമർപ്പിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് KSEB അധികൃതർ അറിയിച്ചു. എന്നാൽ വേനൽ കനക്കുന്നതിനൊപ്പം പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനോ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താനോ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ജലനിധി പദ്ധതിയെ പുനരുജ്ജീവിപ്പിച്ച് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമായി ഉയർത്തുകയാണ്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ